ടീക്കുട്ടിയുടെ ആദ്യത്തെ ഹാലോവീൻ ആണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ തങ്കുചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ തങ്കുചേച്ചിയാണ് ചില പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. പംകിൻ കാർവിംഗ് ഒക്കെ ആദ്യമായിട്ടാണ് ടീക്കുട്ടി ചെയ്യുന്നത്. ഒരു ഐഡിയ ഇല്ല. തങ്കുചേച്ചി ഉള്ളത് കൊണ്ട് കുറച്ചെങ്കിലും രക്ഷപ്പെട്ടു ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ പംകിൻ. ഇതിൽ ലൈറ്റ് ഒക്കെ വെച്ച് അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ഹാലോവീൻ പ്രോഗ്രാം ഒന്ന് കണ്ടാലോ? നമ്മൾ ഹലോവീൻ സെലിബ്രേറ്റ് ചെയ്യാൻ ലുലു മോൾക്ക് വേണ്ടി പോവാണ് ഗൈസ്. അതെ, നമ്മൾ അദ്ദിക്കുട്ടൻ ഓടി, അദ്ദിക്കുട്ടൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ പംകിൻ ചേട്ടനെയൊക്കെ എടുത്ത് ലൈറ്റൊക്കെ സെറ്റാക്കി ഡാഡി ആ സമയത്ത് പാവണ്ട ഓഫീസിൽ പോയി തിരിച്ചു വന്നതാണ്. ഡാഡിയുടെ ഡ്രസ്സ് കാണണം ഗൈസ്, ചെതറും ഗൈസ്. നോക്കിയേ, ബൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ നമ്മൾ സെറ്റാക്കിയിരിക്കണേ. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്, ഹാലോവീൻ പാർട്ടിയിലോട്ട് പോവുകയാണ്. എന്താവുന്നൊന്നും അറിയില്ല. നമ്മുടെ ഡാഡിക്ക് ഇവിടെ ബൂ ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് കാണുന്നുമില്ല. ഒരു ബാറ്റൊക്കെ വെച്ചൊരു ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിമിഷാൻറ്റി പിന്നെ എപ്പോഴും എന്താ പറയാ, ഹൊറർ ആയതുകൊണ്ട് ബ്ലാക്ക് കളർ തന്നെയാണല്ലോ. ചിക്കു പംകിൻ പൊക്കട. ഓ മൈ ഗോഡ്, ഹാലോവിൻ ഫ്ലീ മാർക്കറ്റ്. ചിപ്പി പോവാം, പോടാ. ഓക്കെ, നന്നായിട്ടില്ലേ? ഓക്കെ ഫൈൻ. ഗൈസ് അങ്ങനെ ഫസ്റ്റ് ടൈം ടീമോളെ തങ്കു ചേച്ചിന് നമുക്ക് വെയിറ്റ് ചെയ്യാല്ലേ ഗൈസ്. ബൂം, ചിച്ചു കൈ കാണിക്കേ. ഡാഡിക്കും ഒരു സീൻ. ബൂം. ഓക്കെ, നടക്കും. ഓ മൈ ഗോഡ് ഗൈസ്, എന്താവുന്ന അറിയില്ല കേട്ടോ. എല്ലാവർക്കും ഒരു നാഴി നോക്കി, എല്ലാവരും ബ്ലാക്ക് ഡ്രസ്. ആദ്യം തന്നെ നമ്മൾ കണ്ടത് നമ്മുടെ നണ്ണും, പിന്നെ അത് മറ്റേ ക്യാരക്ടറിന്റെ പേര് എനിക്കറിയില്ല. ശരിക്കും ഹൊറർ ആയിരുന്നു കേട്ടോ. പിന്നെ കുറെ കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ടീക്കുട്ടിയുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഹാലോവീനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ തങ്കുചേച്ചിനെയും കണ്ടു. പിന്നെ കുറെ നെയിൽസ് എല്ലാം വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ നെയിൽ ആർട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ടീക്കുട്ടി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ പോയി. ഓ ഗൈസ്, ടീക്കുട്ടി ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓ ജസ്റ്റ് ഓക്കെ, അത്തിക്കുട്ടൻ ചെയ്യാട്ടോ. സൂപ്പറടാ. ഞാൻ ഡോണ്ട് ത്രോന്റെ അവിടെ തന്നെ ഞാൻ. ഗ്ലോ സ്റ്റിക്ക് ഗൈസ്, ഗ്ലോ സ്റ്റിക്ക് കൊടുക്കാം കേട്ടോ. നമ്മള് ഇത്രയും ഗ്ലോ സ്റ്റിക്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ പോവാണേ. തങ്കുനെ കാണാനില്ല ഗൈസ്. നമ്മളിപ്പോ പംകിൻ കാർവിംഗ് ചെയ്യാൻ പോവുകയാണ്. അത് ഹോസ്റ്റ് ചെയ്ത് ഇല്ല, ചെയ്തില്ല. സ്പോട്ട് രജിസ്ട്രേഷൻ. ഗൈസ്, ഫസ്റ്റ് ടൈം നമ്മൾ പംകിൻ കാർവിംഗ് ചെയ്യാണ്. ഇതാണ് പംകിൻ ടിയ. ഓക്കെ, ആരാണ് തങ്കു ചേച്ചി വന്നിട്ട് വേണം ചെയ്യാൻ ഗൈസ്. അപ്പൊ ടീക്കുട്ടി സെലക്ട് ചെയ്ത സാധനം ഇതാട്ടോ. അത് ബാറ്റ് അല്ലേ? ഏതാ വേണ്ടേ? ഹാർഡാണ്. സിമ്പിൾ ആയിട്ടുള്ളത് ഏതാ മാഡം? ഓക്കെ, സോ ദിസ് വൺ ഇസ് ഗുഡ്. ഓക്കെ ഫോർ യു. ഓക്കെ ഫൈൻ. ഓക്കെ റെഡി? സിറ്റ് ചെയ്യാ. യു സിറ്റ്. പംകിൻ കാർവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാട്ടോ ടീക്കുട്ടി. ഇതുപോലെ നമ്മളെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. അവര് ഭയങ്കര കംഫർട്ട് ആയിരുന്നു. പക്ഷെ ടീക്കുട്ടിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇത് എങ്ങനെയാണ് കാർവ് ചെയ്യുക. ഇത് വീഡിയോസിലൊക്കെ കാണുന്നല്ലാതെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഈസി എന്നാണ് ടിയ പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ടിയ സെലക്ട് ചെയ്തത് ഈ ഒരു ഡിസൈൻ ആട്ടോ. ഓക്കെ, ഒരു കയ്യിലാണോ ടിയ, അത് രണ്ട് കയ്യിലാണോ ഇടുന്നത്? രണ്ട് കയ്യിലോ? ഓക്കെ. അവിടെ ഈ തങ്കു ചേച്ചി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു സർക്കിൾ ആദ്യം ഭംഗിയിൽ വരക്കിട്ടോ. ഹെൽപ്പ് എന്ന് പറയാം.
ഓക്കെ, അപ്പൊ റൗണ്ട് ആയിട്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്യാം. കാരണം അത് പുറത്തേക്ക് വെക്കാനും ഉള്ളിലേക്ക് തിരിച്ച് പ്ലേസ് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ പംകിൻ കാർവിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദേ ഇതുപോലെ റൗണ്ട് ഒക്കെ ആക്കി, പക്ഷെ ടീക്കുട്ടിക്ക് ആ കത്തി കൊണ്ട് കുത്തി ഇറക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളത് ചേട്ടന്മാരൊക്കെ സെറ്റ് ആക്കി ദേ ഉണ്ടോ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എല്ലാം എടുത്തു കഴിഞ്ഞ് അത് സ്കൂപ്പ് ഔട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പക്ഷെ ടീക്കുട്ടി ഇപ്പോഴും സ്ട്രക്കാണ് ഗൈസ്, ആ ചെറിയൊരു വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പൊ തങ്കു ചേച്ചി ഉള്ളത് കൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു. അത് കുത്തി ഇറക്കി അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വേഗം എടുത്തു മാറ്റുകയാണ് കേട്ടോ. അപ്പൊ ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു മത്തന് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം കാർവ് ചെയ്ത് എടുത്താൽ മാത്രമേ ആ പംകിൻ നല്ല ഭംഗിയാവുകയുള്ളൂ ഗൈസ്. അതുപോലെ തന്നെ ടീക്കുട്ടിക്ക് ഇരുന്നിട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാരണം ബാക്കിയുള്ള എല്ലാ ചേട്ടന്മാരും സൂപ്പർ ആയിട്ട് സെറ്റാക്കിയിരിക്കുന്നത്. എനിക്ക് ചേട്ടന്മാരെന്ന് പറഞ്ഞത് നമ്മൾ തങ്കുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പൊ ടീക്ക് ചേട്ടന്മാരാണല്ലോ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. വേറെ തങ്കുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് തോന്നുന്നു. ടീക്കുട്ടിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ത്രില്ലിലാണ് ടീക്കുട്ടി. ഒന്ന് വേഗം ഒന്ന് സെറ്റാക്കിയാൽ മതി. നമുക്കത് കുഴിച്ച് എല്ലാവരുടെയും കഴിഞ്ഞു, ടീക്കുട്ടിക്ക് മാത്രം കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എല്ലാവരും സ്കൂപ്പ് ഔട്ട് ചെയ്തു. പിന്നെ ആ പയ്യൻ വന്ന് വേഗം എല്ലാം സെറ്റ് ചെയ്തു. ടീക്കുട്ടി ഭയങ്കര ഇതിൽ നിൽക്കുക. ഡാഡിനെയും കാണുന്നില്ല ആ സമയത്ത്, തങ്കു ചേച്ചിനെയും കാണുന്നില്ല കേട്ടോ. അപ്പൊ ഈ മോനാണ് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ അത് സെറ്റ് ചെയ്യുമ്പോൾ വലിയ ആളായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സ്കൂപ്പിംഗ് സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് ഇടുക കേട്ടോ. അതിന്റെ സീഡ്സും കാര്യങ്ങളെല്ലാം സത്യമായിട്ട് വൺസ് എങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, പേരൻസ് ആണെങ്കിലും. കാരണം അത്രയും നല്ല രസമാട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽ വെക്കുന്നതും എല്ലാം അടിപൊളിയാണ്. നമ്മൾ ഈ UK നമ്മളിതൊക്കെ കാണുക, പക്ഷെ അടിപൊളിയാട്ടോ, നന്നായി ചെയ്യണം. പക്ഷെ വെക്കുമ്പം ഈ കണ്ണും വായൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ബിഗ് ആക്കി കഴിഞ്ഞാൽ ഉള്ളിലുള്ള ലൈറ്റ്സ് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ടീക്കുട്ടി ബാക്കിയുള്ള എല്ലാ ചേട്ടന്മാരുടെയും എല്ലാം സെറ്റായി. ടീക്കുട്ടിയുടെയും ഏകദേശം ഒന്ന് സെറ്റായി. പക്ഷെ എന്നാലും ഉണ്ട്, ഉള്ളിലൊക്കെ ഉണ്ട്. കയ്യിലൊക്കെ അതാക്കാൻ ഒരു ചെറിയ മടിയുണ്ട്. ഈവൻ ദോ ഗ്ലൗസ് ഉണ്ടെങ്കിൽ പോലും ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം മടിയെല്ലാം മാറി ഗൈസ്. അങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് ഡേ ആ സമയത്തായിരുന്നു ഡാഡി വന്നത്. അപ്പോഴായിരുന്നു ടീക്കുട്ടിക്ക് ഒരു ആശ്വാസമായത്. ഡാഡി ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് കാർവ് ചെയ്ത് തരുമെന്ന് പറഞ്ഞ് ഗൈസ്. അങ്ങനെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതേ ഇവിടെ ഓരോരുത്തരെ ഷേപ്പൊക്കെ സെറ്റാക്കി നമ്മുടെ ടീക്കുട്ടി ഇതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ ഓരോരോ ചേട്ടന്മാര് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാവരും ഓൾമോസ്റ്റ് ചേട്ടന്മാര് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടീക്കുട്ടി ഇതേ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ചേച്ചിയും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഭാഗം കാണിച്ചു തരാം കേട്ടോ. നന്നായി ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരാൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. ഫുള്ളി ഡെഡിക്കേറ്റഡ് ആൻഡ് ടാലന്റഡ് പീപ്പിൾസ് ആട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെയൊക്കെ സ്ക്രൂ ഡ്രൈവർ തിരിക്കണ പോലെയാണ് ഓരോരുത്തരും തിരിക്കുന്നത്. എല്ലാം റെഡിയായി. കാർവിംഗ് എല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ദേ ടീക്കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ഡാഡി ഫൈനൽ ടച്ച് ചെയ്യാൻ പോവാണ്. അതേ മൂക്കും കണ്ണും എല്ലാം സെറ്റാക്കി ഇതുപോലെ ഏകദേശം ഒന്നാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ മൗത്ത് വരുന്ന ഭാഗമുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ മാത്രമേ ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് വരത്തുള്ളൂ. അപ്പൊ ദേ മറ്റുള്ളവരുടെയൊക്കെ ഏകദേശം സെറ്റായി. അപ്പൊ ടീക്കുട്ടി കുറച്ച് ക്ഷീണിച്ചു എന്നാ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അധികം വലിയ പണിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ആള്. അപ്പൊ എന്നാലും ഏകദേശം ഒക്കെ സെറ്റായി. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാവരുടെയും കൂടി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഡാഡിയാണ് നമ്മൾ ഇവിടുന്ന് താരമാക്കി വന്നിരിക്കുന്നത് കേട്ടോ. 8:47. ഓക്കെ, ഇനി അടുത്തെങ്കിലും ടീ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഡാഡിനെ കൂട്ടുപിടിച്ചു ഗൈസ്. അവിടെയും തെറ്റിച്ചു. അദ്യക്കുട്ടിന് പിന്നെ അത് നടക്കില്ല, കാരണം നൈഫൊക്കെ ഉള്ളതല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല. ഒരാളുടെ എന്തായാലും ഹെൽപ്പ് വേണം. പിന്നെ അദ്യക്കുട്ടിന് അതിനുള്ളിൽ കൈയിടാനും അതിന്റെ സീഡ് എടുക്കാനും ഒട്ടും താല്പര്യമില്ല, കയ്യിലാവാനേ ഇഷ്ടമില്ല കേട്ടോ. അത് അങ്ങനെ ഓരോരോ ക്യാരക്ടർ. നീ നോക്കി ഇവിടെയൊക്കെ ഓരോരുത്തർ അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. നോക്കി, ഓ ഇത് എന്തൊരു ഭംഗിയാ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആണ് ഇത്തിരി ലോ ആണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും ചന്തായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. അത് ഓ റിയൽ ആയിട്ട് ചിരിക്കുന്ന പോലെ ഉണ്ട് ഈ ഒരു ഹാലോവിന്റെ പംകിൻ. ഓ ഗൈസ്, അവസാനം തങ്കു have one final gift, one big final gift at the end of the event that we want to give out. ഓക്കെ, ഇനി അതിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇനിയിപ്പോ എന്താണാവോ ചെയ്യുന്നത്? നിനക്ക്
അങ്ങനെ മാർക്കറും അവിടുത്തെ മാർക്കറും അടിച്ചു മാറ്റി തേക്കുട്ടി വീണ്ടും തേക്കുട്ടിയല്ല തങ്കു വേഗം സ്കൂപ്പിംഗ് ചെയ്യാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ വലിയ പോലെ ലേറ്റ് ആവും. അങ്ങനെ സ്കൂപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ നമ്മുടെ എന്താ പറയാ പംകിൻ ഇങ്ങനെ നമ്മുടെ തേക്കുട്ടി ഈ സംഭവം എല്ലാം നല്ല ഭംഗിയില് കഷ്ടപ്പെട്ടു. വീഡിയോയിൽ മുഴുവൻ ഉണ്ട് കഷ്ടപ്പാടുകളെല്ലാം. ഡാഡി തങ്കു ചേച്ചിയാണ് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് കേട്ടോ. അങ്ങനെ എന്താ വാട്ടർമെലന്റെ മണോ പംകിനോ? ഓക്കെ ഗൈസ്, ഇവിടെ ഇത് ലൈറ്റിന് വെക്കാം കേട്ടോ. ഇതിനി വീട്ടിലും കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാൻ പറ്റുമോ? ഗൈസ് നമ്മുടെ ബേബി ചിക്കുവിന് ഉറക്കം വന്നിട്ടുണ്ട് ഗൈസ്. കാരണം ഞങ്ങള് ഇല്ലില്ല നാളെ സ്കൂളൊന്നുമില്ല. അങ്ങനെ സ്കൂളൊന്നുമില്ല എന്ന് പറഞ്ഞ അവസാനം നമ്മളുടെ എല്ലാ മക്കളും കുഞ്ഞുമക്കളും വലിയ ചേട്ടന്മാരും എല്ലാം തങ്കുവിന്റെ ഫ്രണ്ട്സും സ്പെഷ്യൽ തങ്കുവിന്റെ ഫ്രണ്ട്സ് അവരൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. അവരുടെ കഴിഞ്ഞിട്ടും കൂടെ ടീക്കുട്ടിനെയും ബാക്കിയുള്ളവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്തിരുന്നു. പരിപാടി ഉഷാറായിരുന്നു കേട്ടോ. സ്പെഷ്യൽ താങ്ക്സ് ടു ദം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഹലോവിൻ പാർട്ടി അറ്റംപ്റ്റ് ചെയ്തതാണ്. അത് വളരെ സക്സസ് ആയിരുന്നു. അപ്പൊ നമ്മള് ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം എന്നിട്ട് വേണം നമ്മൾ ഇവിടുത്തെ ക്യാൻഡിൽസ് ഒക്കെ ഒന്ന് കത്തിക്കാൻ കേട്ടോ. ഓക്കെ തങ്കു റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം സെറ്റ് ആയിരിക്കാണ്. എല്ലാവരുടെ പംകിന് ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായി പോകത്തു. നമ്മള് ലൈറ്റ് വെക്കാൻ പോകണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോവിനിലെ ഈ പംകിൻ എന്നല്ല പറയുന്നത്, ഇതിന് വേറൊരു പേര് പറയുന്നുണ്ട്. ആ പേര് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഈ നോസും കാര്യങ്ങളൊക്കെ വലുതാക്കാൻ പറഞ്ഞതിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ പരിപാടി എല്ലാം അടിപൊളിയായിരുന്നു. ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കുവിന്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. അവരാണ് ഇത്രയും വൈബ് ആക്കിയത്. സ്പെഷ്യൽ താങ്ക്സ്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിത് ഹഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പംകിൻ കൊണ്ടുപോണെന്ന് തങ്കു പംകിൻ കൊണ്ടുപോണോ? നിനക്ക് ഞാൻ വെച്ചു തരാം. നമുക്കൊരു കുക്കി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരു കോഫി ബണ്ണാണ് കേട്ടോ കഴിക്കുന്നത്. ഇതുണ്ട് കോഫി ബണ്ണൊന്ന് പതിന്ന് മുറിച്ചിട്ട് അതിന് നടുവിൽ എന്താ നോക്കട്ടെ. ഓ എന്തൊരു സ്മൂത്താ ഗൈസ്. ഇതിന് 90 റുപ്പീസ് ആട്ടോ. ഒരു മിനിറ്റ് വഴക്ക് കൂടല്ലേ? ഒന്ന് അങ്ങനെ ഒന്ന് മുറിച്ചേ. നമുക്ക് എന്താ നോക്കാം ഇതിന്റെ ഉള്ളിൽ കേട്ടോ. കോഫി. ഓ അതിനുള്ളിൽ വൈറ്റ്. എനിക്ക് തോന്നുന്നു സാധാരണ ബണ്ണിന്റെ മേലെ കോഫി ആക്കിയതാണോ. അങ്ങനെയും ഒരു ഇതുണ്ട് കേട്ടോ. കഴിച്ചോ ചിച്ചു? കഴിച്ചോളൂ. എങ്ങനെയുണ്ട്? യു ലൈക്ക് ഇറ്റ്? ഗൈസ് നമ്മളത് ഹാലോവിൻ കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ആണ്. അപ്പൊ ടീക്കുരുടെ സെറ്റാഫീലിന്റെ ലോഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതിനെന്താ റേറ്റ്? 620. ഒരു 1. എന്റെ പേര് ഓക്കെ. അപ്പം ഇതൊരു സെറ്റാഫീലിന്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ എടുത്തേ? ഒരു ന്യൂട്രല്ല. സ്റ്റാർട്ട്. നമ്മളൊരു കാര്യം കാണിച്ചു കേട്ടോ. ഇവിടെ ഒരു ബേബിയുടെ പേര് ഇതും മാച്ചിങ്. അയ്യോ അത് ചിക്കോ? ഇവന്റെ പേര് ചിക്കു. എടുത്ത് നോക്കി. നമ്മുടെ ടിയാന്ന് പേരുണ്ട്. ചിക്കു ഹായ് പറയ്.